ജീസസ് ഇസ് എ ഫെയ്ത്ത്ഫുൾ ഗോഡ്. സോ അവർ നമ്മൾ എന്ത് ചോദിച്ചാലും തീർച്ചയായിട്ടും നമുക്കത് തരും. സംടൈംസ് ടൈമിംഗ് മാത്രം ഒരു ഡിഫറൻസ് ഉണ്ട്, ടൈമിങ്ങിന്റെ ഒരു ഡിഫറൻസ് ഉണ്ട്. നമുക്ക് എപ്പോൾ ശരിയാണോ, ഏത് സമയം ശരിയാണോ, അപ്പൊ തീർച്ചയായിട്ടും നമുക്കത് ആ ഒരു സംഭവം, സാധനം, ഇല്ലെങ്കിൽ ആ ഒരു വിഷ്, ഡിസയർ, വാട്ട് എവർ ഇറ്റ് ഇസ്, അത് നമുക്ക് കിട്ടിക്കഴിയും. And Father Anthony and me, we go back at least 7 years, 5 to 6 years. And അച്ഛൻ മാത്രമല്ല, ഞാനും അച്ഛനോട് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പ്രാർത്ഥന റിക്വസ്റ്റ് ഒക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഇല്ലാതെ അപ്പോ എന്താണ് സംഭവിക്കുന്നത്, COVID-19 എന്ന് പറഞ്ഞാൽ എന്താണ്, വാട്ട് ഇസ് ഇറ്റ്, അത് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോഴാണ് അതിന്റെ സീരിയസ്നെസ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ അമല ഹോസ്പിറ്റലിന്റെ ആ ഒരു വഴിക്ക് എനിക്കൊരു ഹെൽപ്പ് കിട്ടി, ആ ഒരു സഹായം കിട്ടി. സോ അപ്പോ ആന്റണി അച്ഛൻ എന്നോട് ചോദിക്കുമ്പോൾ തന്നെയാണ്, your family are clients of Amala Hospital, അതുകൊണ്ട് you have to come and talk. എന്നെ തന്നെ വിളിച്ചായിരുന്നു. So I said definitely I'll come and talk, because Amala means it's immaculate, right? It's immaculate. So immaculate എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് അമല ഇമാക്യുലേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു സഹായം, ആ ശരിയായ ഒരു സമയത്തിന് കിട്ടുന്ന ആ ഒരു സഹായമാണ്. ദാറ്റ്സ് വാട്ട് ഐ റിമെമ്പർ ഓൾവേസ്. എനിക്ക് അന്ന് കറക്റ്റായ ഒരു സമയത്ത് വേണ്ട ഒരു സഹായം എനിക്ക് അമല ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടി. അതുകൊണ്ട് I want to thank Anthony Achin. I want to thank the doctor who consulted through teleconsultation with my mom. ഇന്നത്തെ ടോക്കിനെ കുറിച്ച് ഫാദർ ഷിബു എന്നോട് സംസാരിച്ചായിരുന്നു, ആന്റണി അച്ഛൻ എന്നോട് ചോദിച്ചായിരുന്നു എന്താണ് സംസാരിക്കാൻ പോകുന്നത് എന്ന്. The first thing when I prayed, I asked the Lord, എന്താണ് ഞാൻ ഇന്ന് സംസാരിക്കേണ്ട ടോപ്പിക് എന്താണ് എന്ന് ഞാൻ ജീസസിനോട് ചോദിച്ചപ്പോൾ ജീസസ് പറഞ്ഞു, സർവീസ്. Why should we do service? What are we doing in serving the people? And how should we serve? എങ്ങനെയാണ് നമ്മൾ സെർവ് ചെയ്യേണ്ടത്? സെർവിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ആക്ച്വലി ചെയ്യുന്നത് അമല ഹോസ്പിറ്റലിൽ or anywhere else in the world, and why, എന്തിനാണ് നമ്മൾ സെർവ് ചെയ്യേണ്ടത്? Why should we serve? So I really felt the Lord wanted me to talk about this. And അമല എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു പേര് എനിക്ക് വളരെ സ്പെഷ്യൽ പേരാണ്, വളരെ ഒരു സ്പെഷ്യൽ സെന്റിമെന്റ്സ് തരുന്ന ഒരു പേരാണ്. ബിക്കോസ് ഐ എം കോൺസെക്രേറ്റഡ് ടു ദ ഇമാക്യുലേറ്റ് ഹാർട്ട് ഓഫ് മേരി. സോ ഐ എം എ ചൈൽഡ് ഓഫ് ദ ഇമാക്യുലേറ്റ് ഹാർട്ട് ഓഫ് മേരി. ഞാൻ ജീസസിനോട് എനിക്ക് ഇന്നുള്ള അടുപ്പം ഇമാക്യുലേറ്റ് ഹാർട്ടിൽ നിന്ന് വന്ന ഒരു അടുപ്പമാണ്. ജീസസിനെ എനിക്ക് സ്നേഹിക്കാൻ പറ്റുമോ? ജീസസിനെ സ്നേഹിക്കുന്ന ആ ഒരു ഹാർട്ട്, ആ ഒരു ഹൃദയം എൻ്റെ അടുത്ത് ഉണ്ടോ? എനിക്ക് പറ്റുമോ എന്നൊക്കെ ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് ഈശോ തന്ന അഷ്യൂറൻസ്, ഈശോ തന്ന ഒരു കംഫർട്ട്, കൺസലേഷൻ, ഗോ ആൻഡ് ആസ്ക് മൈ മോം. എൻ്റെ അമ്മയോട് ചോദിക്കും എന്നെ എങ്ങനെ സ്നേഹിക്കണം. അപ്പോൾ ഇന്ന് ഈ ലോകത്തില്, ഈവൻ ഇൻ ഹെവൻ, സ്വർഗത്തിലും കൂടി ജീസസിനെ 100% സ്നേഹിക്കുന്ന ഒറ്റ ഒരാള് എന്ന് പറഞ്ഞാൽ അത് മാതാവാണ്. സോ ഐ എം എ ചൈൽഡ് ഓഫ് ദ ഇമാക്യുലേറ്റ് ഹാർട്ട്. അതുകൊണ്ട് അമല ഹോസ്പിറ്റൽ ആ ഒരു പേര് തന്നെ എനിക്കൊരു ഭയങ്കര ഒരു സ്പെഷ്യലാണ്, ഭയങ്കര സെന്റിമെന്റൽ കൂടി എന്ന് പറയാം. വാട്ട് ഈസ് ദ ഐഡന്റിറ്റി ഓഫ് അമല ഹോസ്പിറ്റൽ? അമല ഹോസ്പിറ്റലിന്റെ ഐഡന്റിറ്റി എന്ന് ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ഐ വാണ്ട് ഓൾ ഓഫ് യു ടു സ്റ്റാർട്ട് ആൻസറിങ് മീ. വാട്ട് ഈസ് ദ ഐഡന്റിറ്റി ഓഫ് അമല ഹോസ്പിറ്റൽ? ആന്റണി അച്ഛാ, you only sentimentally blackmailed me into giving a talk. You need to say the answer first. സൗണ്ട് കിട്ടുന്നില്ല എനിക്ക്. മ്യൂട്ട് ചെയ്തിട്ടുണ്ട്, അച്ഛൻ മ്യൂട്ട് ആക്കിയിട്ടുണ്ട്. ഈശോ ചെയ്ത ഏറ്റവും വലിയ ഒരു മിനിസ്ട്രിയാണ് പാപങ്ങൾ ക്ഷമിക്കുക, രോഗങ്ങൾ സൗഖ്യമാക്കുക. അപ്പോൾ ഇവിടെ വരുന്ന രോഗികളെ ശുശ്രൂഷയിലൂടെ സൗഖ്യപ്പെടുത്തുന്നു, അവർക്ക് ആശ്വാസം നൽകുന്നു എന്നുള്ള ഏറ്റവും വലിയൊരു മിഷനാണ് ചെയ്യുന്നത്.
പ്രൈസ് ഗോഡ്. സോ അത് നിങ്ങളുടെ ഐഡന്റിറ്റി ആണ് എന്ന് പറയുമോ? അമല ഹോസ്പിറ്റലിന്റെ ഐഡന്റിറ്റി എന്താണ്? ഈശോയുടെ ഒരു സർവീസ് കണ്ടിന്യൂ ചെയ്യുന്നതാണ് അമല ഹോസ്പിറ്റലിന്റെ ഐഡന്റിറ്റി എന്ന് പറയുമോ? പറയാം അല്ലേ? അതല്ലേ നിങ്ങൾ ചെയ്യുന്നുണ്ട്. Let us not get into the technicalities of things. Anything else, Father Shibu? Anything else? Serve with compassion and love. Compassion of Christ and love of Christ. Yes, identity. Any other people? I'm seeing a lot of people have logged in. Any other people? Where ആരെങ്കിലും എന്തെങ്കിലും പറയോ? നിങ്ങളുടെ ഐഡന്റിറ്റി എന്താണ്? നിങ്ങളുടെ ഐഡന്റിറ്റിനെ കുറിച്ച് എന്തെങ്കിലും പറയോ? ഈശോ ചെയ്തതുപോലെ ഒരു ഹോളിസ്റ്റിക് ഹീലിംഗ് നോട്ട് ജസ്റ്റ് ഒരു ഹെൽത്ത് ഹീലിംഗ് മാത്രമല്ല. വൺസ് ദ patient comes over here, he has to go back with a holistic healing. Like he has to be peaceful, he has to be comfortable. വളരെ ശാന്തമായിട്ട് സമാധാനമായിട്ട് ഇവിടുന്ന് പോകാൻ പറ്റണം. അതാണ് നമ്മളുടെ ഒരു വല്ലാത്തൊരു ആഗ്രഹം, അവർ ഡിസയർ. യെസ്, 3 അച്ഛന്മാർ മാത്രം ഹോളി ട്രിനിറ്റിനെ പോലെ അവരുടെ ഐഡന്റിറ്റി പറഞ്ഞിട്ടുണ്ട്, ബാക്കി ആൾക്കാരൊന്നും പറയുന്നില്ല. സോ 3 അച്ഛന്മാരും ആരൊക്കെ ഐഡന്റിറ്റിനെ കുറിച്ച് പറയുന്നില്ല എന്ന് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. I want all of you to participate. Sister Bonsi, I am seeing you. And you have got your hand raised. I don't know why. You've got your hand raised. Really. Please start answering, please. Nobody else? എല്ലാരും ഭക്ഷണമൊക്കെ കഴിച്ചോ? വിശക്കുന്നുണ്ടോ? അതുകൊണ്ട് സംസാരിക്കുന്നില്ലേ? There are amazing doctors, I guess, in this platform now today in Zoom. I really would like to understand what do you think your identity is. Because ഞാനൊരു തേർഡ് പാർട്ടിയാണ്. എൻ്റെ അടുത്ത് വന്ന് അമല ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ എൻ്റെ കാഴ്ചപ്പാട്ടില്, എൻ്റെ ഒരു ഹൃദയത്തിൽ എനിക്ക് വരുന്ന ഐഡന്റിറ്റി എന്ന് പറയണമെങ്കിൽ സർവീസ്, സർവിങ് ഗോഡ് ത്രൂ ഹിസ് പീപ്പിൾ, സർവിങ് ഗോഡ് ത്രൂ ഹിസ് പീപ്പിൾ. ഒരു കാത്തലിക് ഐഡന്റിറ്റിയാണ്, ഒരു ക്രിസ്ത്യൻ ഐഡന്റിറ്റിയാണ്. ഒരു അച്ഛൻ പറഞ്ഞതുപോലെ ഹോളിസ്റ്റിക് ഹീലിംഗ് എന്ന് പറയുന്നത് ജീസസ് അടുത്ത് നിന്ന് മാത്രം കിട്ടുന്ന ഒരു സംഭവമാണ്. ക്യൂർ കിട്ടും, ക്യൂർ യു വിൽ ഗെറ്റ് ഇറ്റ് ഫ്രം ദ ഡോക്ടേഴ്സ്. But through Amala Hospital, I think you will be able to heal people. എല്ലാവർക്കും വേണമെങ്കിൽ ആലോചിക്കാം, what is this woman coming and talking as if she was in the period of Jesus? She is talking about through Amala Hospital. Amala Hospital എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു വർക്കിംഗ് പ്ലേസ് ആണ്, ഒരു നോർമൽ ഹോസ്പിറ്റൽ ആയിരിക്കും, ഒരു നോർമൽ പ്ലേസ് ആയിരിക്കും. ബട്ട് ഒരു കസാക്കെട്ട് ഒരു അച്ഛൻ അവിടെ നടക്കുന്നത് കാണുമ്പോൾ ആ പേഷ്യന്റിന്റെ മനസ്സിൽ എന്താണ് ഫീലിങ്സ് വരുന്നത്, എന്താണ് ആ ഒരു ഹോപ്പ്, കിട്ടുന്ന ഹോപ്പ്, എത്രയ്ക്ക് ഒരു ഹോപ്പ് കിട്ടുന്നുണ്ട്, കിട്ടുന്ന ഹോപ്പ് എന്താണ് എന്ന് എനിക്കൊരു പേഷ്യന്റ് എന്ന നിലയ്ക്ക് ഒരു കാത്തലിക്, ക്രിസ്ത്യൻ, ഒരു ദൈവവിശ്വാസി, കാത്തലിക് ഇല്ലെങ്കിലും ക്രിസ്ത്യൻ ഇല്ലെങ്കിലും ഒരു ദൈവവിശ്വാസി, ദൈവം എന്ന് ഒരു സംഭവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന നിലയ്ക്ക് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. So Amala Hospital is continuing the work of God. And yesterday when I was asking God about this again, what do you want me to talk? One of the acts of mercies, there are 7 acts of mercies. And one of the acts of mercies is healing the sick. Healing the sick is one of the act of mercy. രോഗികളെ സുഖമാക്കുന്നത്, acts of mercy. അത് അമല ഹോസ്പിറ്റൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇങ്ങനെ ഒരു ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ, ഞാൻ ക്രിസ്ത്യൻ ഇല്ലാത്ത സമയത്തും എൻ്റെ അനിയൻ ജനിച്ചത് സെയിന്റ് ഇസബൽസ് ഹോസ്പിറ്റലാണ് ചെന്നൈയിൽ. അപ്പൊ ഓട്ടോമാറ്റിക്കലി യു ഫീൽ പ്രൊട്ടക്റ്റഡ്. ആ മാതാവിന്റെ ആ ഒരു സ്വരൂപം കാണുമ്പോൾ, മാതാവിന്റെ ആ ഒരു പിക്ചർ കാണുമ്പോൾ, ഇല്ലെങ്കിൽ ക്രൂസിഫിക്സ് ആ റൂമില് നമ്മള് വാളിൽ മാറ്റി വയ്ക്കുമ്പോൾ, യു ഗെറ്റ് ദിസ് വെരി വെരി strength in your heart that I am there in the place of God. I am there where people believe in God.
that is what we feel, that is what we get. And നമ്മൾ എല്ലാവർക്കും അറിയാം, psychology plays a very important role even in physical healing. Psychology. And ഇന്ന് ഈ കോവിഡ് സമയത്ത് ഡോക്ടേഴ്സ് ആണെങ്കിലും നഴ്സസ് ആണെങ്കിലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്ന ഒരു സമയമാണ്. എല്ലാവർക്കും ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. എല്ലാ ആൾക്കാരും ഹോസ്പിറ്റലിൽ വന്നിട്ട് വീട്ടിലെത്തുന്നില്ല ഇപ്പൊ. They just go back in a different form, the form of, they pass on. They go to their eternal life and then only their bodies go or their bodies don't go. അത്രയ്ക്ക് ഒരു ഇൻസെക്യൂരിറ്റിയോട് ആൾക്കാര് ജീവിക്കുന്ന ഒരു സമയമാണ്. ഞാൻ ഇന്ത്യയിൽ നിന്നപ്പോ every day I wanted to attend mass. Yes, I love Jesus. Yes, I love God. പക്ഷെ ആ ഒരു യൂക്രിസ്റ്റ് എൻ്റെ ഉള്ളിൽ പോകുമ്പോൾ എനിക്കൊരു സമാധാനം. ഞാൻ തീർച്ചയായിട്ടും ജീവനോട് അമേരിക്കയിലെത്തും എന്നുള്ള ഒരു സമാധാനം എനിക്ക് കിട്ടും. ആ ഒരു സമാധാനം എനിക്ക് തോന്നുന്നു, ഞാൻ വിശ്വസിക്കുന്നു, ജീസസിന്റെ സ്വരൂപം കാണുമ്പോഴും മാതാവിന്റെ സ്വരൂപം കാണുമ്പോഴും ആൾക്കാർ ഫീൽ ചെയ്യുന്നുണ്ട്. This is a speciality of a Catholic hospital. Catholic hospital do not see, I think Catholic hospitals do not see any partiality. Hindu doctors undu, Hindu patients undu, Muslim doctors, Muslim patients, and Buddhists and Jainists, and all over the world people work. So Catholic hospital, just as the name stands, is a universal hospital. So how are we serving God, and how is God helping us to serve his people? We can imagine Amala Hospital like an umbrella. And this umbrella is the wonderful Catholic Church, because we are doing the work of mercy. We are having the complete blessings of the Catholic Church. And this is not only for the patients, this is even for the doctors. Doctors-num ee oru blessing undu. Nurses-nu ee oru blessing undu. Attenders-nu ee oru blessing undu. Receptionist, staff, ഏത് രീതിയിൽ നിങ്ങൾ അമല ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോഴും ഈ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ എല്ലാവരെയും കുറെ ആൾക്കാർ അച്ഛൻ പറഞ്ഞു വന്ന് അവരുടെ ഒരു ഒപ്പീനിയൻ, അവരുടെ ഒരു എക്സ്പീരിയൻസ്, അവരുടെ അടുത്ത് കർത്താവ് എന്താണ് ഷെയർ ചെയ്യാൻ പറയുന്നുണ്ടോ അതൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് എന്ന് ഫാദേഴ്സ് പറഞ്ഞു. എൻ്റെ അടുത്ത് ഞാൻ ഫീൽ ചെയ്യുന്നത്, അമല ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ഡോക്ടേഴ്സ്, nurses, receptionists, staff, every person, attenders, everyone, even the janitors cleaning the hospital, അവർക്ക് എന്താണ് ബ്ലെസ്സിങ്സ് കിട്ടാൻ പോകുന്നത്? അവരുടെ എക്സ്പെക്ടേഷൻസ് എന്തായിരിക്കണം? അവരുടെ ഒരു ഹോപ്പ്, അവരുടെ ഒരു സ്ട്രെങ്ത് എന്തായിരിക്കണം? ഐ റിയലി ഫീൽ ഐ വോണ്ട് ടു ഹൈലൈറ്റ് ഓൺ ദാറ്റ്. ഇപ്പൊ ഞാൻ സംസാരിക്കാൻ പോകുന്ന ഒരു കാത്തലിക് ആയിട്ട് മാത്രമല്ല, ഒരു ദൈവവിശ്വാസിയായിട്ടാണ്. I don't want to talk just as a Catholic now, but I want to talk as a believer, not as an atheist, but a believer. The Catholic Church has blessed many things through the Catholic Church. Educational institutions undu, medical hospitals undu, counseling centers undu, retreat centers undu, rehabilitation centers undu, de-addiction centers undu. Koraya work Catholic Church cheyyunnundu. അപ്പൊ അതിന്റെ തുടക്കം എന്താണെന്ന് പറഞ്ഞാൽ, we write a letter to the bishop, or we write a letter to the cardinal, or we write a letter even to Rome to get the blessings, to get the official blessings of the church. അപ്പൊ ഈ ബ്ലെസ്സിങ്ങിന്റെ ഏജ് 2000 years ആണ്. When anybody, the bishop or the cardinal or the priest or the pope is giving you a blessing, Amala Hospital ki blessing കിട്ടിട്ടുണ്ടെങ്കിൽ ഇത് 2000 years old blessing ആണ്. എല്ലാ പ്രേയേഴ്സും, എല്ലാ അപ്പോസ്റ്റൽസ്, എല്ലാ മാർട്ടേഴ്സ്, എല്ലാ സെയിൻസ്, എല്ലാ പരിശുദ്ധവാന്കൾ അല്ലെ, അവരുടെ എല്ലാ ബ്ലെസ്സിങ്ങും ചേർത്താണ് അമല ഹോസ്പിറ്റലിൽ കിട്ടാൻ പോകുന്നത്. ആൻഡ് കിട്ടിയിട്ടുണ്ട്. സോ ഐ റിയലി ഫീൽ എവ്രി വൺ ഓഫ് യു ഇസ് ബ്ലെസ്ഡ്. ഈച്ച് ആൻഡ് എവ്രി വൺ ഓഫ് യു ആർ ബ്ലെസ്ഡ്. അപ്പൊ നിങ്ങളുടെ കൈകളെ ആൾക്കാർ ചിലപ്പോൾ കാണുമ്പോൾ they would think that they are looking at Christ's hands. When you are very tensed, when you are not feeling well, they will be actually searching for Christ in each and every one of you. അവർ തിരക്കുന്നത്, ചിലപ്പോൾ അവർ കാണാൻ കൊതിക്കുന്നത് ജീസസ് ആയിരിക്കും.
Where is Jesus? Amala Hospital, ee doctor nagathe, where is Jesus? Ee nurse nagathe, where is Jesus? Ee staff nagathe, where is Jesus? I want to see Christ. I want to feel Christ. അങ്ങനെ ചിലപ്പോൾ ആൾക്കാർ നിങ്ങളെ കാണുമ്പോൾ ആലോചിക്കുമായിരിക്കും, ഒരുപാട് ടെൻഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് തന്നെ വീട്ടിൽ ഒരുപാട് ടെൻഷൻസ് ഉണ്ട്. One thing I can assure you after I became a Catholic is, നമ്മൾ ദൈവത്തിന്റെ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ ജോലി ദൈവം ചെയ്യും. That is 100% experience that I have gotten from Christ, from the church, from Mother Mary. നമ്മൾ ജീസസിന്റെ ജോലിനെ നോക്കുമ്പോൾ ജീസസ് നമ്മുടെ ജോലിനെ തീർച്ചയായിട്ടും നോക്കും. അപ്പൊ ഈ സമയത്ത് ചില ഡോക്ടേഴ്സിന്, ചില സ്റ്റാഫിന് വീട്ടിൽ അധികം നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല, ഫാമിലിയോട് അധിക നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. I can tell you as a person, as a believer, that every one of your name is being written in the book of life. Each and every one of your name. You're being filled with graces. എന്തൊക്കെ അനുഗ്രഹം നിങ്ങളുടെ ലൈഫിൽ ഇന്ന് ആവശ്യമുണ്ടോ ആ അനുഗ്രഹം ഒക്കെ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇത് രാവിലെ എണീറ്റ് ഒരു പോസിറ്റീവ് തോട്ട് അല്ല. ഇത് ഇവിടെ അച്ഛൻ പറഞ്ഞതുപോലെ in Seattle we are still in the morning. ഇത് രാവിലെ എണീക്കുമ്പോൾ ജീസസ് എനിക്ക് കൊടുക്കുന്ന പ്രോമിസ് ആണ്. നിങ്ങൾ ഓരോരാൾക്കും ജീസസ് ഇത് അവരുടെ പ്രോമിസ് ആണ്. He is giving you this promise. And when they asked me to talk about service, Father Shibu was asking me, can you share your experiences? സെയിന്റ് ഇസബൽസിലെ എൻ്റെ അനിയൻ ജനിച്ചു എന്ന് ഞാൻ പറഞ്ഞു. കുറേ കൊല്ലം കഴിഞ്ഞ് ഞാൻ ക്രിസ്ത്യാനി ആയതിനു ശേഷം സെയിന്റ് ഇസബൽസ് ഹോസ്പിറ്റലിൽ നിന്ന് എനിക്കൊരു കോൾ വന്നു ഒരു ദിവസം. I was a parishioner of Santhom Church. Santhom ചർച്ചിൽ ഒരു ന്യൂ ക്രിസ്ത്യൻ ആണ്, ഒരു ന്യൂ കാത്തലിക് ആണ്, ഒന്നും അറിഞ്ഞൂടാ, ദൈവത്തിനെ കുറിച്ച് അത്രയ്ക്ക് അറിഞ്ഞൂടാ. മാസ് പോണം, കൺഫെഷൻ പോണം, ജീസസിനെ സ്വീകരിക്കണം, ബാക്കി എല്ലാ കാര്യങ്ങളും ശരിയാവും, ഇത്രയേ ഉള്ളൂ. I had a simple belief, but I didn't have the knowledge about it. How am I going to get blessed? അപ്പൊ ഇന്ന് നമ്മുടെ ഒരു അച്ഛന്റെ കയ്യിൽ വീടുണ്ട്, കാറുണ്ട്, ഇതൊക്കെ നമുക്കറിയാം. ബാങ്കിൽ എത്ര പൈസയുണ്ട്, പിന്നെ ഗാർഡൻ ഉണ്ടോ, ഫാം ഹൗസ് ഉണ്ടോ, ഫാം ഉണ്ടോ, ഇതൊന്നും നമുക്ക് അറിഞ്ഞൂടാ, കുറെ ആൾക്കാർക്ക് അറിഞ്ഞൂടാ എന്ന് വെക്കാം. അപ്പൊ അവരുടെ വില്ല് നമ്മുടെ കയ്യിലുണ്ട്, അച്ഛന്റെ വില്ല്. അപ്പൊ ആ വില്ല് നമ്മൾ വായിച്ചില്ലെങ്കിൽ നമുക്ക് എങ്ങനെ മനസ്സിലാവും നമുക്ക് എത്രയ്ക്ക് ബ്ലെസ്സിങ്സ് ഉണ്ടെന്ന്? അതാണ് നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു നോളജ്. സോ ഈ ഒരു 191 days you all are reading the Bible, right? So you are having the complete knowledge what are your blessings. ഈ വചനത്തിനെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം, നമുക്ക് വേണ്ടിയും ഹോസ്പിറ്റൽസിലുള്ള ഈ സ്റ്റാഫിന് വേണ്ടിയും ഹോസ്പിറ്റൽസിൽ വരുന്ന പേഷ്യന്റിന് വേണ്ടിയും എങ്ങനെ നമുക്ക് ഈ വചനങ്ങളെ ഉപയോഗിക്കാം. ബെഡ് കിട്ടുന്നില്ല കോവിഡ് പേഷ്യൻസിന്, പൈസയില്ല. ചില ആൾക്കാർ ഹോസ്പിറ്റലിൽ കൂട്ടിക്കൊണ്ട് വരുമ്പോൾ അവരുടെ അടുത്ത് പൈസയില്ല, അവരുടെ അടുത്ത് ഹോപ്പില്ല. ബിക്കോസ് അവർ കേൾക്കുന്ന സ്റ്റോറീസ് ഒക്കെ വളരെ സ്കാരി സ്റ്റോറിയാണ്, ഹൊറർ സ്റ്റോറീസ് ആണ് അവർ കേൾക്കുന്നത്. ഇന്നലെ ഒരാൾ പോയി തിരിച്ചെത്തിയില്ല, മിഞ്ഞാന്ന് ഒരാൾ പോയി തിരിച്ചു വരാൻ പറ്റിയില്ല, അവരുടെ ബോഡി പോലും കിട്ടിയില്ല. പിന്നെ ബാക്കിയുള്ള പേഷ്യൻസ് ഈ COVID-19 സമയത്ത് നമുക്ക് എന്തെങ്കിലും സെക്കൻഡറി ഇൻഫെക്ഷൻ വന്നു പോവോ, ആ ഒരു പേടിയുണ്ട്. അപ്പൊ ഈ വചനങ്ങളെ കൊണ്ട് നമുക്ക് നമ്മളെ എങ്ങനെ സേഫ് ഗാർഡ് ചെയ്യാം, മറ്റാൾക്കാരനെ എങ്ങനെ സേഫ് ഗാർഡ് ചെയ്യാം. We can learn so much in these 191 days. അതിന് ഒരു സ്മോൾ എക്സാമ്പിൾ ആയിട്ട് എനിക്ക് നേർന്ന ഈ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്ലീസ് ബി പേഷ്യന്റ് വിത്ത് മൈ മലയാളം. ഇവിടെ കുറെ മലയാളികളുണ്ട് ഞങ്ങളുടെ ചർച്ചിൽ, പക്ഷെ ആരും മലയാളത്തിൽ സംസാരിക്കത്തേയില്ല. ഞാൻ പോയി അവരോട് മലയാളത്തിൽ സംസാരിച്ചാലും അവർ മറുപടി തരുന്നത് ഇംഗ്ലീഷിലാണ്. സോ പ്ലീസ് ക്ഷമിക്കൂ എൻ്റെ ഗ്രാമർ മിസ്റ്റേക്സ് ആൻഡ് എവറിത്തിങ്. എനിക്ക് ആ ഫോൺ വന്നപ്പോൾ എനിക്ക് മനസ്സിലായില്ല എന്തിനാ എന്നെ വിളിക്കുന്നത്, ആരാണ് വിളിക്കുന്നത്, നമ്പർ അറിഞ്ഞൂടാ, നമ്പർ സ്റ്റോർ ചെയ്തില്ല. ദിസ് ഹാപ്പൻഡ് അബൌട്ട് 13 years ago. ഞാനൊരു ഷൂട്ടിലായിരുന്നു, തക്കതമീത്ത എന്ന് പറഞ്ഞു, ഒരു തമിഴ് JRTV ഒരു പ്രോഗ്രാമിന്റെ ഷൂട്ടിലായിരുന്നു. അപ്പൊ ഷോട്ടിന്റെ ഇടയ്ക്ക് ആ ഫോൺ വന്നപ്പോ ഞാൻ പെട്ടെന്ന് എടുത്തു. ഹലോ എന്നൊക്കെ പറയുമ്പോ മിസ്സസ് ജോസഫ് എന്നൊരു ലേഡി എന്നോട് സംസാരിച്ചു.
അപ്പൊ അവർ പറഞ്ഞു, ഞങ്ങൾ ഹോസ്പിറ്റൽ മിനിസ്ട്രിയിലാണ്, ഞങ്ങൾ സാന്തോം ചർച്ചിലാണ്, നിങ്ങളുടെ നമ്പർ അച്ഛൻ തന്നു, നമ്മളൊരു പേഷ്യന്റിനോട് ചെന്ന് നമ്മൾ പ്രെയർ ചെയ്യുമ്പോൾ എനിക്ക് വിഷനില് നിങ്ങളുടെ ഫേസ് കിട്ടി, ഞാൻ നിങ്ങളെ കണ്ടു, എന്റെ വിഷനിൽ നിങ്ങളെ കണ്ടു. പക്ഷെ എന്തിനാ ഞാൻ നിങ്ങളുടെ ഫേസിനെ കണ്ടു, വൈ ആർ യു കമ്മിങ് ഇൻ മൈ വിഷൻ, അതെനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളെ വിളിച്ച് പറയാൻ വേണ്ടി നമ്പർ വാങ്ങിച്ചു. ഞാൻ ഇപ്പൊ വിളിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, what do you think that you can help out? അപ്പൊ ഫസ്റ്റ് എനിക്ക് തോട്ട് വന്നത്, are they asking me for money? Are they asking me for monetary help? ഇവര് ആരാണെന്ന് അറിഞ്ഞൂടാ, ഇവർ ശരിക്കും ഇസബൽ ഹോസ്പിറ്റലിലെ ഒരു പേഷ്യന്റിന് വേണ്ടി സംസാരിക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞൂടാ, സാന്തോം ചർച്ചിൽ നിന്നാണോ ഇവരെന്നെ വിളിക്കുന്നതെന്ന് അറിഞ്ഞൂടാ, ഒന്നും അറിഞ്ഞൂടാ എനിക്ക്. സോ ഐ ടോൾഡ് ഹർ ഐ വിൽ പ്രേ അബൌട്ട് ഇറ്റ് ആൻഡ് ഗെറ്റ് ബാക്ക് ടു യു. ഇതിനെക്കുറിച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ നിങ്ങളെ തിരിച്ചു വിളിക്കാം എന്ന് പറഞ്ഞു. ഒരു 2 ദിവസം കഴിഞ്ഞു. അപ്പോഴൊക്കെ എൻ്റെ ഒരു ഹാബിറ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞ് ആരെങ്കിലും എന്നെ വിളിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ ഐ യൂസ് ടു സറണ്ടർ ദറ്റ് പേഴ്സൺ ഇൻ ടു ദ ലോർഡ്സ് നെയിൽഡ് ഹാൻഡ്സ്. അപ്പൊ ദിസ് മിസ്സസ് ജോസഫ് കോൾഡ് മീ, ഐ സറണ്ടർ ഹർ ആൻഡ് ഹർ റിക്വസ്റ്റ് അൺടു യുവർ നെയിൽഡ് ഹാൻഡ്സ്. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു എനിക്ക്. 3-ാമത്തെ ദിവസം ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. ഐ വാസ് ജസ്റ്റ് ലേസിങ് അറൗണ്ട് ഇൻ മൈ ബെഡ്. ഐ വാസ് ജസ്റ്റ് ലൈങ് ഡൗൺ. ഐ തോട്ട് ഐ വേക്ക് അപ്പ് ലേറ്റ്. അന്ന് ഷൂട്ടിംഗ് ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് ഈശോ എന്നെ വിളിക്കുന്ന ആ ഒരു ശബ്ദം പറഞ്ഞ ഐ ഡോണ്ട് ഹിയർ ഇറ്റ് ഇൻ മൈ ഇയേഴ്സ്, ബട്ട് ഐ ഹിയർ ഇറ്റ് ഇൻ മൈ ഹാർട്ട്. സോ ജീസസ് ആസ്ക്ഡ് മീ, വാട്ട് ഡിഡ് യു ഡു അബൌട്ട് ദ പേഷ്യന്റ്, അബൌട്ട് മിസ്സസ് ജോസഫ്? ഞാൻ ചാടി എണീറ്റപ്പോ, അയ്യോ അപ്പാ, നിങ്ങൾ ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ, നിങ്ങൾ ഇപ്പോഴല്ലേ പറഞ്ഞുള്ളൂ. സോ ഐ കോൾ മിസ്സസ് ജോസഫ് ആൻഡ് ആസ്ക് ഹർ ഹൗ ഐ ക്യാൻ ഹെൽപ്പ് എന്ന് പറഞ്ഞ് ഐ കോൾഡ് മിസ്സസ് ജോസഫ്. And I said, this is Mohini here and I would like to know how I can help. Jesus asked me to come and pray over her. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്, but in person, not from my home but in person. അപ്പൊ പെട്ടെന്ന് മിസ്സസ് ജോസഫ് പറഞ്ഞു, ഇതൊരു 18 വയസ്സുള്ള ഒരു കുട്ടിയാണ്. മിൽക്ക് വാൻ ഏർലി മോർണിംഗ് അവരുടെ മുകളിൽ കയറിപ്പോയിട്ട് ഹിപ്സ് ഡൗൺ, there is no flesh which is not infected. She had the flesh infection everywhere in her legs. അവിടെയുള്ള മൊത്തം ഫ്ലഷ് ഇൻഫെക്റ്റ് ആയി. അതുകൊണ്ട് ലിറ്ററലി നമ്മൾ താടിയൊക്കെ ഷേവ് ചെയ്യുന്നത് പോലെ ഫുൾ ഷേവ് ചെയ്ത് കളഞ്ഞു. അവർക്ക് 2 കാലിലും വെറും ബോൺസ് മാത്രമേ ഉള്ളൂ, ഫ്ലഷ് ഒന്നും ഇല്ല, എല്ലാം എടുത്തു കളഞ്ഞു ബിക്കോസ് ഓഫ് ദ ഇൻഫെക്ഷൻ. അത് എടുത്താൽ പോലും എങ്ങനെയോ ഒരു വൺ പർട്ടിക്കുലർ germ or a particular virus or whatever that is landed in her lungs. എങ്ങനെയോ അത് ലങ്സിൽ കയറി. അപ്പൊ ലങ്സ് was completely down. It was she had a lung failure. Since she had a lung failure, her heart was not functioning well. So infection ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക, മെഡിസിൻസിന് അവര് റിയാക്ട് ചെയ്യുന്നില്ല. അപ്പൊ അവര് ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ നിങ്ങളെ തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞു. ഞാൻ ഇരുന്ന് കരയാൻ തുടങ്ങി. എനിക്ക് ഭയങ്കര പേടി വന്നു. അയ്യോ, ജീസസ് എന്നെ പ്രാർത്ഥിക്കാൻ പറഞ്ഞല്ലോ, വാട്ട് വിൽ ഐ ഡു ഇഫ് ദ പേഴ്സൺ ഇസ് ഡെഡ്, വാട്ട് വിൽ ഐ ഡു ഇഫ് ദ പേഴ്സൺ ഇസ് ഡെഡ്. സോ അങ്ങനെ ഇന്ന് അമല ഹോസ്പിറ്റലിൽ ജീവിച്ചിരിക്കുന്ന ഓരോരോ പേഷ്യന്റും വളരെ ഇമ്പോർട്ടൻറ്റ് പേഷ്യന്റ് ആണ്. നമ്മൾ ഓരോരോ പേഷ്യന്റിനും we need to give account to the Lord who created them, to God who created them. അപ്പൊ ഇന്ന് നിങ്ങൾ എത്ര ആൾക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്? സിമ്പിൾ പ്രെയർ, Jesus, I give this person into your hand, or God, I give this person into your hand, because God will ask us, how many people did we pray for today? How many people did we help today? And I know in Amala Hospital you guys are doing a fabulous job. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് എനിക്ക് മിസ്സസ് ജോസഫ് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, ഓ താങ്ക് ഗോഡ് ഷീ ഈസ് അലൈവ്. പക്ഷെ ഏത് സമയം വേണമെങ്കിലും അവർ ലൈഫ് സപ്പോർട്ട് എടുക്കും. ലൈഫ് സപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ അവർ മരിക്കും. ബിക്കോസ് ഷീ വാസ് പ്യോർലി ഇൻ വെന്റിലേറ്റർ. അവർ ഡീപ്പ് കോമാവിലേക്ക് പോയി. നമ്മൾ എല്ലാവർക്കും അറിയാം, sometimes in medical patients we do induced coma so that their brains won't get affected, so we do induced coma, but she naturally went into coma, which was even more serious. So appa Mrs. Joseph പറഞ്ഞു, നിങ്ങൾ
ഇപ്പൊ റെഡിയായി ഇപ്പൊ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ ചിലപ്പോൾ അവർ വെന്റിലേറ്റർ എടുക്കുന്നേക്ക് മുമ്പ് നിങ്ങൾ അവിടെ എത്തുമായിരിക്കും. സോ ഐ വാസ് റിയലി ക്രൈയിങ് ഇൻ മൈ ഷവർ. ഞാൻ കരഞ്ഞുകൊണ്ട് റെഡിയായി. ഐ വാസ് റിയലി പ്രേയിങ് ടു ജീസസ്. ജീസസിനോട് ഞാൻ അപേക്ഷിച്ചു, പ്ലീസ് ലെറ്റ് ദാറ്റ് പേഷ്യന്റ് ബി അലൈവ്. ലെറ്റ് മീ ഡു മൈ ഡ്യൂട്ടി. Let me do my duty as a Catholic, as a Christian, as a human being to pray for that person. അപ്പം ഞാൻ അവിടെ എത്തിയപ്പോൾ ഫസ്റ്റ് ഞാൻ കണ്ടത് മോർച്ചറി വാനാണ്. മോർച്ചറി വാൻ വാസ് റെഡി ആൻഡ് ഐ വാസ് ഡിവാസ്റ്റേറ്റഡ്. എന്നോട് എൻ്റെ ഒരു 7 വയസ്സ് മോനും വന്നായിരുന്നു, അനിരുദ്ധും വന്നായിരുന്നു. അപ്പം അനിരുദ്ധ ഒരു ബൈബിൾ, ഞാനൊരു ബൈബിൾ ആൻഡ് ഒരു റോസറി, ഇതൊക്കെ എടുത്തുകൊണ്ട് ഞാൻ പോവാ. എന്താണ് പ്രേ ചെയ്യാൻ പോകുന്ന അറിഞ്ഞൂടാ, ജീസസ് എന്താണ് എനിക്ക് അവിടെ പഠിപ്പിച്ചു തരാൻ പോകുന്ന അറിഞ്ഞൂടാ. ബട്ട് ഐ വാസ് ദെയർ, ഐ വാസ് ഒബീഡിയന്റ്, ഐ വാസ് ദെയർ. സംടൈംസ് ഒബീഡിയൻസ് കൗണ്ട്സ്. എങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം, എന്താണ് നമ്മൾ വചനം ഉപയോഗിക്കേണ്ടത്, എന്താണ് ആ ഒരു ഗോഡ്സ് വേർഡ് എന്താണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, നമുക്ക് അറിഞ്ഞൂടായിരിക്കും ചിലപ്പോൾ. ബട്ട് ദ ഒബീഡിയൻസ് ടു ബി ദെയർ ടു സെർവ് ഗോഡ്. ഞാൻ ഇന്ന് രാവിലെ ഞാൻ എണീക്കുമ്പോൾ ഐ വോണ്ട് ടു സെർവ് ഗോഡ്. I want to spread God's kingdom. What happens when you decide to spread God's kingdom? You become the warrior of God. ജീസസിന്റെ ഒരു സോൾജർ, അമല ഹോസ്പിറ്റലിന്റെ ഒരു സോൾജറായി നിങ്ങൾ മാറും. അമല ഹോസ്പിറ്റലിന്റെ സോൾജറായിട്ട് മാറിയിട്ട് എനിക്ക് എന്താണ് ഗുണം? ഞാൻ ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ. ഓൾറെഡി ഐ എം ടയേർഡ്. ഓൾറെഡി ഐ എം ഗോയിങ് ത്രൂ ലോട്ട് ഓഫ് തിങ്സ്. ഈ അച്ഛൻ എനിക്ക് സാലറി റേസ് ചെയ്ത് തരുന്നില്ല, ആ അച്ഛൻ എൻ്റെ ഡ്യൂട്ടി മാറ്റുന്നില്ല, ഇങ്ങനെ എത്രയോ കംപ്ലൈൻറ്റ്സ് ഉണ്ടാവും നമ്മുടെ മനസ്സിൽ. ബട്ട് വാട്ട് ഈസ് ദ യൂസ്ഫുൾനെസ്, വാട്ട് ഈസ് ദ പ്രൊട്ടക്ഷൻ ദറ്റ് യു ആർ ഗെറ്റിംഗ് എന്ന് ഞാൻ ഇപ്പോൾ പറയാം. When you decide to become a warrior of Amala Hospital, you get all the 2000 years of blessings of the Catholic Church. നിങ്ങൾ try ചെയ്ത് നോക്കൂ. When you get up in the morning, you say, I'm going to be the warrior. God has brought you here. നിങ്ങൾ ഏത് മതത്തിന് ഫോളോ ചെയ്യുന്ന ആൾക്കാരായിരുന്നാലും, ചിലപ്പോൾ ഇവിടെ എല്ലാവരും ക്രിസ്ത്യാനികളാണ്, കാത്തലിക് ആണ്, ബിക്കോസ് വി ആർ ടോക്കിംഗ് അബൌട്ട് വചനോത്സവം. But whatever background you are, God has picked you very specially to keep you in this place, to keep you in Amala Hospital. Anthony Achanayalum, Shibu Achanayalum, whichever father or nun is working there, it is the truth, isn't it? Will you agree with me, Father Shibu and Father Anthony? God has handpicked you and kept you there. And why has He handpicked you and kept you there? There is a reason. He wants you to fight for His kingdom. He wants you to fight for His people. He wants you to serve His people. He wants you to establish the kingdom of God, beginning with Amala Hospital. ഈ മോർച്ചറി വാനിനെ കണ്ടപ്പോൾ എൻ്റെ മൊത്തം ഹോപ്സ് പോയി. I thought, okay, this person is dead and I can't do anything. And ഈ ഒരു പേഷ്യന്റ് ICCU-ൽ ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, ICCU is a very serious place. You need to wear all your gear so that you will not infect the person and go inside. I took a special permission. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു മോഹിനിയായിരിക്കുന്നതിൽ ഒരു പ്ലസ് പോയിന്റ് ഉണ്ട്. ആൾക്കാർ നമ്മളെ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു ഹാപ്പിനെസ് എനിക്ക് പലപ്പോഴും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഷീ ഈസ് എ റെസ്പോൺസിബിൾ പേഴ്സൺ, വി ക്യാൻ സെൻഡ് ഹർ ഇൻ. ആൻഡ് നമ്മളെക്കുറിച്ച് നമ്മുടെ ഭയോ എല്ലാവർക്കും അറിയാലോ. ഈ കുട്ടി പിന്നെ കുടിക്കത്തില്ല, സിഗരറ്റ് ഒന്നും പിടിക്കത്തില്ല. ഷീസ് ഓക്കെ, ഷീസ് എ നൈസ് ഗേൾ, ഷീ ലുക്സ് ലൈക്ക് എ നൈസ് ഗേൾ. സോ അതുകൊണ്ട് പെട്ടെന്ന് എന്നെ അകത്ത് വിട്ടു, ICCU-ലേക്ക് വിട്ടു. ഞാൻ ചോദിച്ചു, ആ കുട്ടിയുടെ പേര് ജയശ്രീ എന്നാണ്, Rajshri. Her name was Rajshri. And they took me to her bed. And I asked her, is she dead? Is she alive? And she said, ജീവിച്ചിരിപ്പുണ്ട്, പക്ഷെ എപ്പോൾ വേണമെങ്കിലും നമ്മൾ ഈ വെന്റിലേറ്ററിനെ എടുക്കും. അവരുടെ അച്ഛനും അമ്മയും ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എപ്പോൾ വെന്റിലേറ്ററിനെ എടുക്കാൻ പറ്റും. ബിക്കോസ് ഹിന്ദു ആൾക്കാർ അതിനൊക്കെ സമയമൊക്കെ നോക്കുമല്ലോ, ഇത് യമഗണ്ഡമാണ്, അതാണ് ഇതാണ്. ഓൺലി ദെൻ വി ക്യാൻ ടേക്ക് ദ വെന്റിലേറ്റർ. Our God is a God who brings good out of every evil. അവർ സമയം നോക്കുന്നുണ്ട്, എപ്പോൾ നമ്മൾ ഈ വെന്റിലേറ്ററിൽ നിന്ന് നമ്മുടെ മോളിനെ പുറത്തെടുക്കാം. മോർച്ചറി വാനൊക്കെ റെഡി ആയിട്ടുണ്ട്, ഇനി നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, എല്ലാ ഹോപ്സും പോയി. ഏത് സമയമാണ്, വാട്ട് ടൈം ഇസ് ഗുഡ് ഫോർ ദിസ് ഗേൾ ടു ഡൈ? ബട്ട് ലെറ്റ് മീ ടെൽ യു, life and death is in the hands of our God. It is not in the hands of the doctors or the nurses or even the parents.
Rajshree's parents who were waiting to take off the ventilator. So I went there. Mon agatha allow cheyidilla, mon porthayirunnu, and it was a invasive ventilator, obviously, because she had a complete lung failure. It was invasive ventilator. ഞാൻ അവിടെ പോയി ഇങ്ങനെ നിൽക്കുന്നുണ്ട്, കൈയൊക്കെ ഇങ്ങനെ ശിവരാവുന്നുണ്ട്. എന്താണ്, ഞാൻ ഫസ്റ്റ് ടൈം ആദ്യമായിട്ട് ഞാൻ ഒരു ICCUലേക്ക് കയറുന്നുണ്ട്. എന്താണ് പ്രാർത്ഥിക്കേണ്ടതൊന്നും അറിഞ്ഞൂടാ. I just started praying. I just started saying hallelujah, 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 hallelujah. And the first word God gave me was, open the Bible and read the word I'm going to highlight to you. ബൈബിളിനെ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ തരുന്ന ഈ വചനത്തിന് പുറത്ത് പറയാൻ പറഞ്ഞു. സോ അപ്പൊ ഞാൻ ബൈബിളിനെ ഓപ്പൺ ചെയ്തപ്പോ this was the word I got, and please, I want someone to tell this to me in Malayalam. I don't have Malayalam Bible and I don't know how to read Malayalam, so sorry. ഈ ഒരു വചനം ബൈബിളിലുണ്ട്. I think it is in the New Testament. Every hair in your head is counted. Every hair in your head is counted. Not even a hair in your head will fall down without God knowing it. അപ്പൊ ഈ ഒരു വചനത്തിലാണ് എൻ്റെ കാഴ്ച പോയി നിന്നത്. I was just combing through and I stopped at this particular word and ഞാൻ ഉറത്ത് പറഞ്ഞു, രാജ്ശ്രീ, ഇതാണ് ദൈവം നിന്നോട് പറയാൻ പറയുന്നുണ്ട്. Can anyone tell me what is this in Malayalam, please? Let's see who's going to be first, Father Shibu or Father Anthony, because both of them are looking in the Bible. I was searching the correct words. Version. നിങ്ങളുടെ തലമുറ നിങ്ങളുടെ You are muted, Mary. You need to come out of your mute. Mary Chriswin, you are muted. You need to unmute your mic. Yeah, you are unmuted. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 30-ാം വാക്യം, നിങ്ങളുടെ തലയിലെ ഓരോ മുടിയിഴയും എണ്ണപ്പെട്ടിരിക്കുന്നു, അതിനാൽ ഭയപ്പെടേണ്ട, നിങ്ങൾ അനേകം കുരുവികളെക്കാൾ വിലയുള്ളവരാണല്ലോ. Praise the Lord. Can you read it one more time? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 30-ാം തിരുവചനം, നിങ്ങളുടെ തലയിലെ ഓരോ മുടിയിഴയും എണ്ണപ്പെട്ടിരിക്കുന്നു, അതിനാൽ ഭയപ്പെടേണ്ട, നിങ്ങൾ അനേകം കുരുവികളെക്കാൾ വിലയുള്ളവരാണല്ലോ. ആമേൻ. അപ്പൊ ഈ വചനത്തിന് ഞാൻ രാജ്ശ്രീനോട് ഉറത്ത് പറഞ്ഞു, ഒറ്റ മോളാണ്, അവരുടെ അച്ഛനും അമ്മയ്ക്കും ഈ കുട്ടി ഒറ്റ മോളാണ്. അപ്പൊ ഞാൻ പറഞ്ഞപ്പോ ഇതിന്റെ ഇന്റർപ്രിട്ടേഷൻ, ഇതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവിടെ അവര് പേടിക്കുന്നത് ലൈഫിനെ കുറിച്ചാണ്, മുടീനെ കുറിച്ചല്ല. സോ ഐ ഡോണ്ട് നോ വാട്ട് ഇസ് ദ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഇറ്റ്. ആ ഇന്റർപ്രിട്ടേഷനും എനിക്ക് കർത്താവ് തന്നു. നമ്മുടെ തലയിലുള്ള മുടി പോലും അവര് കൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിന് ജസ്റ്റ് ലൈക്ക് ദാറ്റ് നമ്മൾ എങ്ങനെ നമുക്ക് ലൂസ് ചെയ്യാൻ പറ്റും? വി കനോട്ട് ലൂസ് അവർ ലൈഫ്സ് ബിക്കോസ് ഗോഡ് ഹാസ് ഡിസൈഡഡ്. അപ്പൊ ഇതിനെ കുറിച്ച് എനിക്ക് സംസാരിക്കാൻ പറഞ്ഞു. എവറി കോമ പേഷ്യന്റ് ഈസ് കോൺഷ്യസ് ഇൻ ദെയർ സോൾ. അവരുടെ ആത്മാവ് കോൺഷ്യസിലാണ്. മേ ബി ബുദ്ധിപൂർവം അവർ ബോധത്തിലില്ലെങ്കിലും അവരുടെ ആത്മാ ഈസ് റിയലി കോൺഷ്യസ്. When Jesus asked me to say this, എൻ്റെ മനസ്സിൽ ഒരു ഡൗട്ട് വന്നു. ബട്ട് അപ്പ, ഷീ ഈസ് ഇൻ കോമ, ഹൗ ക്യാൻ ഷീ ഹിയർ ദിസ്? ഞാൻ പറയുന്നത് അവർക്ക് എന്തെങ്കിലും കേൾക്കാൻ പറ്റുമോ? അവർക്ക് മനസ്സിലാകുമോ? അപ്പൊ ജീസസ് എന്നോട് പറഞ്ഞത്, her soul is not in coma, her soul is conscious. So I told her, I said, Rajshri, this is what is God telling you. നിങ്ങളുടെ തലയിലുള്ള മുടി പോകാൻ പറ്റില്ലെങ്കിൽ, ദൈവത്തിന്റെ ആ ഒരു അനുവാദം അല്ലാതെ നിങ്ങളുടെ തലമുടി നിങ്ങളുടെ തലയിന്ന് നഷ്ടപ്പെടാൻ പറ്റില്ലെങ്കിൽ നിങ്ങളുടെ ജീവൻ എങ്ങനെ നഷ്ടപ്പെടും? Then Jesus told me to tell her, in Jesus' name, come out of coma. യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ കോമാവിന്ന് പുറത്തു വരാൻ പറഞ്ഞു.
So for a few seconds, I felt like Rajinikanth, in Jesus' name. And then I felt completely idiotic. I was like, oh my God, the mortuary van is ready. The person is in coma. And here I am, practicing acting in front of a patient. Immediately Jesus said, open the Bible and read it again. When I opened the Bible, this was the word that I got. The word of God is like a powerful two-edged sword, that it can separate the marrow from the bone and the spirit from the soul. Who's going to read this for me? The word of God is like a sharp two-edged sword. It is so powerful that it can separate the marrow from the bone and the soul from the spirit. പേരിലെ വിൻ ആയതുകൊണ്ട് മേരി ക്രിസ്വിൻ വിൻ ചെയ്തു. ഇപ്പൊ നമുക്ക് നോക്കാം who's going to be first. ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചുകയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. Can you tell this one more time? ആൾക്കാർക്ക് കേൾക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ എനിക്ക് മാത്രമാണോ ബുദ്ധിമുട്ട്? കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആയി? ഞാൻ ക്ലിയർ ആണെങ്കിൽ ഞാൻ വായിക്കാം. ഹെബ്രായർ 4:12 മുതലുള്ള വാക്യങ്ങൾ. ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. അവന്റെ മുമ്പിൽ ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല. അവിടുത്തെ കൺമുമ്പിൽ സകലതും അനാവൃതവും വ്യക്തവുമാണ്. നാം കണക്ക് ബോധിപ്പിക്കേണ്ടതും അവിടുത്തെ സന്നിധിയിലാണ്. So I think he read the entire verse, which is good. Thank you so much, brother. ഈ ഒരു വചനം എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ തിരിച്ച് ഇന്റർപ്രിട്ടേഷൻ ചോദിച്ചു. വാട്ട് ഈസ് ഇന്റർപ്രിട്ടേഷൻ? ദൈവത്തിന്റെ വചനം എത്ര പവർഫുൾ ആണെങ്കിൽ ഒരാളിനെ കോമ എന്ന് പുറത്തെടുക്കാൻ പറ്റും, ഒരാൾക്ക് കിട്ടാവുന്ന സുഖം കൊടുക്കാൻ പറ്റും, ഒരാളിനെ ക്യാൻസർ എന്ന് പിരിച്ചെടുക്കാൻ പറ്റും, ഒരാളുടെ ഒരു ഹോപ്പ്ലെസ്നെസ് എന്ന് പിരിച്ചെടുക്കാൻ പറ്റും. This is the interpretation I got, and Jesus told me again, commanded my name for her to get out of coma. So I commanded in Jesus' name. Second time. Third time, I again commanded in Jesus' name. I knelt down in that floor and I started praising God. I said, Jesus, I don't know what you want me to do here. I don't know anything. I just know your name. I know your name is above all names. ഇന്ന് ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ നെയിം ഓഫ് ജീസസ്. അത് മാത്രമേ എനിക്ക് മനസ്സിലാവുന്നുള്ളൂ. ഞാൻ എന്താണ് ചെയ്യുന്നത്, ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്, എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. I just started praising him. Within 1 minute, the girl for whom the mortuary van was ready, the girl who was in deep coma, the girl whose lungs were infected and it was a complete lung failure, started waking up. എണീക്കാൻ തുടങ്ങി. അവരുടെ ബോധം അവർക്ക് തിരിച്ചു കിട്ടാൻ തുടങ്ങി. അവരുടെ ബോധം തിരിച്ചു കിട്ടിയ ഉടനെ അവർ ചെയ്തത്, she took a hand to take the invasive ventilator out. അപ്പൊ ഈ സമയത്ത് ഈ ക്രിസ്ത്യൻ നൺസ് ആയിരുന്നു അവിടെയുള്ള നഴ്സസ്. അവര് കണ്ടപ്പോ അവർക്ക് നെറ്റിപ്പോയി. വാട്ട് ഈസ് ഗോയിങ് ഓൺ എന്ന് അവർക്ക് ഒരു പിടിയില്ല. ഞാൻ ഒരാള് മാത്രം ഉണ്ടായിരുന്നു ആ ICCUല്. അവരെല്ലാരും ഓടി വരാൻ തുടങ്ങി. And then one nun said, sister, be outside. She's getting back her consciousness. അപ്പോ ഒരു ന്യൂ ക്രിസ്ത്യൻ
ജീസസിന്റെ പവറിനെ കുറിച്ച് അത്രയ്ക്ക് മനസ്സിലാക്കാത്ത ഒരു ക്രിസ്ത്യൻ, സാക്രമെന്റ്സിനെ കുറിച്ച് അത്രയ്ക്ക് ഒരു മനസ്സിലാക്കാത്ത ഒരു ക്രിസ്ത്യനായിരുന്ന എന്നിൽ നിന്ന് ജീസസിന് ഈ ഒരു മിറക്കിൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ 191 ഡേയ്സ് ഓഫ് വചനോത്സവം നിങ്ങൾ ഓരോരാളെയും ഹോസ്പിറ്റലിന്റെ അകത്ത് മാത്രമില്ല, ഹോസ്പിറ്റലിന്റെ പുറത്തും എത്ര ആൾക്കാർക്ക് എത്ര ഗുണം നിങ്ങളുടെ അകത്തുനിന്ന് നിങ്ങൾ വഴിയായി ജീസസിനെ ചെയ്യാൻ പറ്റും. So this 191 days, I want you to think about it. What is a new charism? What is a new gift Jesus wants you to have? ജീവിതം ഇത് മാത്രമല്ല, ജീവിതം ഒരു നടിയായിട്ട് നിൽക്കുന്നത് മാത്രമല്ല, ജീവിതം ഒരു അമ്മയായിട്ട് ഒരു വൈഫായിട്ട് ജീവിക്കുന്നത് മാത്രമല്ല, ജീവിതം ഒരു മോളായിട്ട് ഒരു സഹോദരയായിട്ട് ജീവിക്കുന്നത് മാത്രമല്ല. എൻ്റെ ജീവിതം ജീസസിന്റെ ഒരു ബ്രൈഡായിട്ട്, ബിക്കോസ് ദ ചർച്ച് സേസ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ദ ചർച്ച് ഈസ് ദ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ്, ജീസസിന്റെ മണവാട്ടി. ഐ ഡോണ്ട് നോ വാട്ട് യു സേ ഇൻ മലയാളം. ഇസ് ഇറ്റ് ദ സെയിം? മണവാട്ടി എന്ന് തന്നെയാണോ പറയുന്നത് മലയാളത്തില്? അതെ. സോ ദാറ്റ് ഈസ് മൈ ലൈഫ്, ദാറ്റ് ഈസ് മൈ കോളിംഗ്. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന എല്ലാം കോൾ വിതിൻ എ കോൾ ആണ്. ജീസസിന്റെ മണവാട്ടിയായിട്ട് ഇതും എന്നെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിനും എന്നെ വിളിച്ചിട്ടുണ്ട്, ഇതിനും കൂടി എനിക്ക് കഴിവുകൾ കർത്താവ് കൊടുത്തിട്ടുണ്ട് എന്നുള്ള നിലയ്ക്ക് ഈ 191 ഡേയ്സിൽ ഇനിയും ഡീപ്പറായിട്ട് കർത്താവ് നിങ്ങൾ ഓരോരോ ആളോടും എന്താണ് സംസാരിക്കുന്നുണ്ട്, എന്തിനാണ് നിങ്ങൾ വിളിക്കുന്നുണ്ട്. I want you to think, each and every one of you, what is God calling you to do? ഈ ഒരു പേഷ്യന്റിനെ ഇൻ ജീസസ് നെയിം ഗെറ്റ് അപ്പ് എന്ന് പറയുമ്പോൾ അവർ എണീറ്റ് പുറത്തു വന്നു. എൻ്റെ സുഹൃത്തിന്റെ ഒരു അച്ഛൻ മരിച്ചുപോയി, എൻ്റെ സുഹൃത്തിന്റെ അച്ഛൻ. അപ്പൊ ഈ ഒരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ ആ പേഴ്സന്റെ ബോഡിനോട് പോയി ഇൻ ജീസസ് നെയിം ഗെറ്റ് അപ്പ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ അച്ഛൻ എണീറ്റ് വരും എന്നുള്ള ഒരു ബിലീഫ്, ഒരു ഫെയ്ത്ത് എനിക്കുണ്ടായിരുന്നു അന്ന്. I went and asked Jesus, if I'm going to go there, I'm going to do it. ഞാനൊന്നും അതിന്റെ മറുപടി ഒന്നും കേട്ടില്ല, അതിന്റെ മറുപടി കേൾക്കാന്നുള്ള ആ ഒരു ശ്രമം എനിക്ക് അന്നത്തെ ദിവസം ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ പോയി അച്ഛന്റെ ബോഡി ഹാളില് കിടത്തിയിട്ടുണ്ടായിരുന്നു. I went and I told in front of this uncle's body, in Jesus name I command you to get up and get back to life. 3 പ്രാവശ്യം പറഞ്ഞു, ഒന്നും നടന്നില്ല. 10 പ്രാവശ്യമായി, ഒന്നും നടന്നില്ല. And then I realized my duty is only to pray. എൻ്റെ ഡ്യൂട്ടി പ്രാർത്ഥിക്കുന്നത് മാത്രമാണ്, എൻ്റെ ഡ്യൂട്ടി ബൈബിൾ ഫോളോ ചെയ്യുന്നത് മാത്രമാണ്. The decision comes from Jesus. So ഒരു പ്രാവശ്യം ഒന്നും നടന്നില്ലെങ്കിൽ വിട്ടേക്കല്ലേ, keep trying. അപ്പൊ ജീസസ് ചിലപ്പോ ഫസ്റ്റ് ആൾക്കാര് ഗുണം കിട്ടത്തില്ല, ഒരു ഗുണം കിട്ടത്തില്ല. ബിക്കോസ് ജീസസ് നോസ് വാട്ട് ഈസ് ബെസ്റ്റ് ഫോർ ഹിം. ജീസസ് ന്യൂ ഇറ്റ് വാസ് ബെസ്റ്റ് ഫോർ ദാറ്റ് അങ്കിൾ ടു ബി വിത്ത് ജീസസ്. അവർക്ക് ആ ഒരു റെസ്റ്റിന്റെ ആവശ്യമുണ്ടായിരുന്നു. He didn't want to come back. The soul did not want to come back to earth. But when I prayed for Rajeshri, she was already probably 75% dead and gone. But she came back to life. So today I am called only to pray. My calling as a Catholic, as a Christian, as a believer is only to pray for others. It is not for me to judge. ഈ പ്രാർത്ഥനയിൽ ഈ സുഖം അവർക്ക് കിട്ടിയോ, ആ ഗുണം അവർക്ക് കിട്ടിയോ, കിട്ടിയില്ലേ, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യണോ വേണ്ടേ എന്നുള്ള കോളിംഗ് എന്റേതല്ല. It comes from God. So ഈ ഒരു പ്രാർത്ഥനാ ജീവിതം is our oxygen. നമ്മുടെ ഓക്സിജൻ എന്ന് പറഞ്ഞ ഈ ഒരു പ്രാർത്ഥന ജീവിതമായിരിക്കണം. എല്ലാരെ കാട്ടിലും, പുറത്തുള്ള ആൾക്കാരിനെ കാട്ടിലും അമല ഹോസ്പിറ്റലിന്റെ അകത്തുള്ള നിങ്ങൾക്കറിയാം ഒരു സോളിന്റെ വില, ഒരു ജീവിതത്തിന്റെ വില. How are you going to help after the 191 days? I'm not putting pressure on you, believe me. I wasn't planning to ask you these questions at all, but it is coming to me from the Holy Spirit. പരിശുദ്ധ ആത്മാവെ എനിക്ക് ഈ ചോദ്യങ്ങളെ കൊടുക്കുന്നുണ്ട്.
അതുകൊണ്ട് മാത്രം ഞാൻ നിങ്ങളെ ചോദിക്കുന്നുണ്ട്, after 191 days, how many people are you going to lift up from the coma, from the dead? ഇന്ന് ജീവിതത്തോട്, what do you say for dead body in Malayalam? ശവശരീരം. പ്രേതമല്ലേ? ശവശരീരം. ശവശരീരം. Predam means, I think it's Pisas, right? In Tamil we say Predam. So, ഇന്ന് ജീവിതത്തോടു കൂടി ശവശരീരമായിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. ഹോപ്പില്ല അവർക്ക്, ജോയ് ഇല്ല, ബിലീഫ് ഇല്ല, ഫെയ്ത്ത് ഇല്ല, ലോൺലിനെസ് ഉണ്ട്, ഡിപ്രഷൻ ഉണ്ട്, ആൻസൈറ്റി ഉണ്ട്. നമ്മളെല്ലാവർക്കും അറിയാം ഈ ഒരു സൈക്കോളജിക്കൽ റീസൺസ് ഇങ്ങനെ ഗോ ത്രൂ ചെയ്യുന്ന ഒരാൾക്കാർ ഫിസിക്കലായിട്ട് അവർ ഹീൽ ആകത്തേ ഇല്ല. ഈ ആൻസൈറ്റി, ഈ ഡിപ്രഷൻ, ഈ ഒരു സൈക്കോളജിക്കൽ റീസൺസ് ഉള്ള എല്ലാ ആൾക്കാർക്കും ഒരു ക്രിസ്ത്യൻ ആയിട്ട്, ഒരു കാത്തലിക് ആയിട്ട് വചനത്തോടു കൂടി നമുക്ക് സത്യം പറഞ്ഞ് അവരെ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നമുക്ക് പുറത്തെടുക്കാൻ പറ്റും. As a Catholic, as a Christian, our job is not 9 to 6. It is not 9 to 9. It is not a 12-hour shift. It is a 24-hour shift. As a Catholic and as a Christian, ഇതിന്റെ പവർ, ഇതിന്റെ സ്ട്രെങ്ത്, ഇതിന്റെ എനർജി എവിടെ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്? സ്വയം ജീസസ്. ജീസസ് gives us the power. There is a Bible word which I often claim. ചിലപ്പോ ഒരു ദിവസത്തിൽ ഒരു 2-3 മിനിസ്ട്രി വർക്ക് നമ്മൾ ചെയ്യേണ്ടി വരും. ഡെലിവറൻസ് മിനിസ്ട്രി ആണ് നമ്മൾ ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ പാരിഷില്. So we pray over clients, sometimes three clients in one day. ഈ ഡെലിവറൻസ് എന്ന് പറയുന്നത് ഒരുപാട് നമ്മളെ ടയർഡ് ആക്കുന്ന ഒരു മിനിസ്ട്രിയാണ്. But our strength, our battery recharge is coming from God himself. അപ്പോ ഒരു ദിവസം എനിക്ക് ഒരുപാട് ടയർഡായിരുന്നു ഞാൻ. എനിക്ക് ചെയ്യാൻ പറ്റുമോ, ക്യാൻസൽ ചെയ്യണോ, എനിക്കൊന്നും പിടിയില്ല. And this person is coming to us with so much of hope that we will go to Our Lady of Perpetual Help Prayer Ministry and I will be helped എന്നുള്ള ഒരു ഹോപ്പോടാണ് ആൾക്കാർ വരുന്നത്. സോ എനിക്കൊരു ഒരുപാട് ഗിൽറ്റി ആയിട്ട് ഞാൻ ഫീൽ ചെയ്തു. അയ്യോ, ക്യാൻസൽ ചെയ്യാൻ പറ്റില്ലല്ലോ. വാട്ട് ഈസ് ദ ബെസ്റ്റ് തിങ് ടു ഡു? Jesus gave me another verse. I want someone to say this also. This is from the Psalms, book of Psalms. You will run and not grow. No, you will walk and not grow tired. You will run and not grow weary. This is from the book of Psalms. You will walk and not grow tired, and you will run and not grow weary. Can anyone tell this to me? Malayalam, please. ഓടിയാലും തളരില്ല എന്ന് പറഞ്ഞിട്ട് Sister Austin, come on. കിട്ടില്ല. No. What is this? The Bible with me. I'm having only New Testament. It is in Psalms. Are you sure it is in Psalms? 100% sure. I think. I'll tell you. I think Isaiah 30. Isaiah 40. 40. Okay. Isaiah 40:31. Okay. Yeah, Isaiah 40:31, but it should be there in Psalms also, because I very maybe vaguely remember. But it's in Isaiah. Isaiah 40:31. Okay. എന്നാൽ എന്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും സോറി Isaiah 40:31. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. Amen. Praise Lord. Go for it, Father Shibu. So, appo ee 191 days നിങ്ങൾക്ക് ഒരു കഴുക് ആകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. 191 days. നിങ്ങൾക്ക് എന്താണ് പ്രോബ്ലം? എനിക്ക് കാൽ വേദനിക്കുന്നുണ്ട്,
എനിക്ക് ഒരുപാട് മറവിയുണ്ട്, എനിക്ക് ആ ഒരു എനർജി ഇല്ല, എനിക്കൊരു ഹോപ്പ് ഇല്ല, എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല, മെന്റൽ ടയർഡ്നെസ് ഉണ്ട്. ഇന്ന് കുറെ സിസ്റ്റേഴ്സിന്, കുറെ പ്രീസ്റ്റിന് മെന്റൽ ടയർഡ്നെസ്, മെന്റൽ എക്സോഷൻ ഉണ്ട്. നമ്മൾ ലേറ്റി പീപ്പിൾ, നമ്മുടെ ലേ കാത്തലിക്സ്, ക്രിസ്ത്യൻസ് നമ്മൾ മറക്കുന്നുണ്ട് അവരും ഒരു ഹ്യൂമൻ ബീങ് ആണ് എന്ന് നമ്മൾ മറന്നു പോകുന്നുണ്ട്. അവരുടെ അടുത്ത് ഒരുപാട് എക്സ്പെക്ടേഷൻസ്. അച്ഛൻ്റെ അടുത്ത് ഇത് സംസാരിച്ചു കഴിഞ്ഞാൽ എല്ലാം ശരിയാവും, അച്ഛനോട് ഞാൻ പോയി പറയാം, അച്ഛനോട് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി ചോദിക്കാം. ബട്ട് ഇറ്റ് ഇസ് വി ഓൾസോ നീഡ് ടു കോഓപ്പറേറ്റ്. സോ അപ്പൊ അവരും ഒരു നോർമൽ ഹ്യൂമൻ ബീങ്സ് ആണ് നമ്മളെ പോലെ. ഹൗ വിൽ യു ഗെയിൻ സ്ട്രെങ്ത്? ഈ 191 days നിങ്ങൾക്ക് ദൈവം കൊടുത്തിട്ടുണ്ട് ടു ഗെയിൻ സ്ട്രെങ്ത് ലൈക്ക് എൻ ഈഗിൾ, ടു ഗെറ്റ് റിഡ് ഓഫ് എവറിത്തിങ്, മെന്റൽ ടയർഡ്നെസ്, സൈക്കോളജിക്കൽ ടയർഡ്നെസ്, സ്പിരിച്വൽ ടയർഡ്നെസ് ആൻഡ് ഫിസിക്കൽ ടയർഡ്നെസ്. അതിനെ ഒഴിവാക്കാൻ വേണ്ടി 191 days നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പൊ നിങ്ങളോട് ദൈവം സംസാരിക്കുന്ന എല്ലാ വചനങ്ങളും, ചില ആൾക്കാർക്ക് ചില വചനങ്ങൾ ഹൈലൈറ്റ് ആവുന്നത് പോലെ ഒരു ഫീലിംഗ് കിട്ടും. ആ ഒരു വചനം ഡേറ്റ് ഇട്ട് എഴുതി വെച്ചിട്ട് എവറി ഡേ സേ ദിസ് ഫോർ 3 times. എൻ്റെ അമ്മയ്ക്ക് കോവിഡ് വന്നായിരുന്നു എന്ന് പറഞ്ഞു. ഈ കോവിഡ് സമയത്ത് അമ്മയ്ക്ക് ലങ്സ് 65% pneumonia കയറി. 65% of her lungs were involved. അമ്മ ചിലപ്പോൾ ജീവിച്ചുണ്ടായിരിക്കില്ല എന്നുള്ള ആ ഒരു സ്ഥിതിയിലേക്ക് ഞങ്ങൾ എത്തി. 3 ദിവസം ഡോക്ടേഴ്സ് പറഞ്ഞു they will not give us any kind of assurance and I did not know what to do. Pneumonia എന്ന് പറയുമ്പോൾ ബ്രീതിങ് പ്രോബ്ലം ആണ്. അപ്പൊ I called my friend and I told her my mom is going through this. I want to see my mom, not because of anything else. I know she is old. One day she needs to go to God in Kerala. ഈ കോവിഡ് സമയത്ത് മരിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഒന്നും അറിയത്തില്ല, ഒന്നും അറിയാൻ സാധ്യതയില്ല. ജീവിച്ചിരിപ്പുള്ള ആൾക്കാർക്ക് അവരുടെ ബോഡീനെ കെട്ടിപ്പിടിക്കാൻ പോലും പറ്റത്തില്ല. ഒരു ലാസ്റ്റ് ആയിട്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ ഒരു ഉമ്മ വെക്കാൻ പോലും പറ്റത്തില്ല. സോ അതായിരുന്നു എൻ്റെ ഏറ്റവും ഉള്ള ഒരു പേടി. എനിക്ക് ആ ലാസ്റ്റ് മെമ്മറീസ് വേണം. എൻ്റെ അമ്മയോ അച്ഛനോ ഈ കോവിഡ് സമയത്ത് നിങ്ങൾ കൊണ്ടുപോകില്ലേ ഈശോയെ എന്ന് ഞാൻ ഒരുപാട് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. She gave me a word. It is about the Holy Spirit. അപ്പോ റെംഡെസിവിർ കൊടുത്തു കഴിഞ്ഞു, എല്ലാം കൊടുത്തു കഴിഞ്ഞു, but it wasn't working very well for my mom. I think it is there in Genesis. Abba Father breathed into him. God breathed into Adam and he came to life. Genesis chapter 2 verse 7. Then the Lord God formed a man from the dust of the ground and breathed into his nostrils the breath of life, and the man became a living being. Genesis 2:7. Can anyone read this to me in Malayalam, please? ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവന്റെ ശ്വാസം അവന്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. ഇത് ഞാൻ എൻ്റെ അച്ഛനെ അയച്ചു തന്നു. എൻ്റെ അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛാ ഇത് ഡെയിലി വായിക്കൂ, 10 പ്രാവശ്യം. 10 times for you, 10 times for Satish. My brother was also affected by COVID, and then 10 times for my mom. ഏറ്റവും സീരിയസ് ആയിരുന്നത് എൻ്റെ അമ്മയാണ്. ഇത് സ്റ്റാർട്ട് ചെയ്ത 3ാമത്തെ ദിവസം my mom came out of danger, because I believe that this word did what it is supposed to do. And there is a word in the Bible, there is a Bible word in the Bible. My word shall not return to me in vain. It will do what it needs to do. നമ്മൾ ദൈവത്തിന്റെ വചനം പ്രയോഗിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് ആ വചനം ചെയ്യാനുള്ളതോ അത് ചെയ്തിട്ടേ തിരിച്ചു വരും, ഓർ തിരിച്ചെത്തും ദൈവത്തിനോട്. So this 191 days is your time to be healed, is your time to be powerful, is your time to act as children of God, is your time to be filled with the Holy Spirit,
is your time. നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മളൊക്കെ ദൈവത്തിന്റെ ഒരു കാര്യം ചെയ്യുന്നതുകൊണ്ട്, ദൈവത്തിന്റെ ജോലി ചെയ്യുന്നതുകൊണ്ട് നമുക്കായിട്ട് പ്രശ്നങ്ങൾ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. So use this 191 days, heal yourself first, become a testimony of God, and then portray who you are in Christ. So I think that would be the fabulous thing. Acha, namakini oru 15 minutes undu. Should I end it or should I continue? Anthony acha, Shibu acha. Shibajan. നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ഈ സമയം ഞാൻ ഇനിയൊരു വചനം കൂടി ഞാൻ പറയാം. The Valley of Dry Bones, Ezekiel chapter 37 verse 9. Then he said to me, prophesy to the breath, prophesy, son of man, and say to it, this is what the sovereign Lord says, come breathe from the four winds and breathe into these slain that they may live. So I prophesied as he commanded me, and breath entered them. They came to life and stood up on their feet, a vast army. So each of you are going to be given a chance to get ready an army for the Lord. Each of you are going to be given the opportunity. What are your sicknesses? What are your problems? First, write it down. And as you read the Bible, maybe 5 chapters a day, 6 chapters a day, I don't know how much you read it. Adu vaayikkumbo devathinodu choikku. What is the verse for this problem? What is the verse for my problem? What is the verse for my sickness? What is the verse for my confusion? What is the verse for my clarity? And in 191 days, നിങ്ങൾ ദൈവത്തിനോട് travel ചെയ്യുമ്പോൾ, ask for the gift of prophecy. Ask for charismatic gifts. Please don't read the Bible because the fathers are asking you to read. Read the Bible. The Bible, every word is living and it is filled with power. Read the Bible knowing that you are communing with God. നമ്മൾ every day നമ്മൾ നന്മ വാങ്ങിക്കുന്ന പോലെയാണ് ബൈബിൾ വായിക്കുമ്പോൾ. Know that you are connecting with the true power. Know that you are connecting with the true energy. Know that something is changing within you. Our genes, our genetic makeup is being changed when we receive communion every day. The same way when you read the Bible, your psychology is changed. Your mentality is changed. Your fears are changed. Your body is changed. Your diseases are going to be eliminated from your body. Believe and read it with 100% faith. And then you will see your life being changed. And when your life is changed, we can go change others' lives. നമ്മൾ ഒരു ആത്മാവിനെങ്കിലും നമുക്ക് മാറ്റാൻ കഴിയണം. ഒരു പേഴ്സണെങ്കിലും നമുക്ക് മാറ്റാൻ കഴിയണം. That is the power of Christ who resides in me and resides in you. Father Shibu, Father Anthony, I really thank both of you for giving me this opportunity, because ഇത് എനിക്ക് തന്നെ ഒരു റീഇറ്ററേഷൻ ആണ്. എന്നെ കൊണ്ട് കർത്താവ് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് തന്നെ ഒരു റീഇറ്ററേഷൻ ആണ്. എനിക്ക് പലപ്പോഴും ഒരു ഓഫ് മൂഡ് ആവും, ഒരു മൂഡ് ഔട്ടിലേക്ക് ഞാൻ പോവും. അയ്യോ, ഇവിടെ ഒന്നും മിനിസ്ട്രി വർക്കേ ഇല്ലല്ലോ എന്നൊക്കെ ഞാൻ ആലോചിക്കും. അയ്യോ, എനിക്ക് ഇന്ത്യ പോകണം, എനിക്ക് ജീവിച്ചിരിക്കാൻ എനിക്ക് ഇഷ്ടമില്ല, ഈ ഒരു അമേരിക്ക, ഐ ഡോണ്ട് ലൈക്ക് അമേരിക്ക, ഐ വോണ്ട് ടു ഗോ ബാക്ക് ടു ഇന്ത്യ എന്നൊക്കെ തോന്നി ഞാൻ ഭയങ്കര ഒരു ഓഫ് മൂഡിലേക്ക് പോകും. ഇന്ന് രാവിലെ ഞാൻ എണീറ്റപ്പോ ഞാൻ ശരിക്കും കർത്താവിനോട് പറഞ്ഞു, അപ്പ ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഐ ഹാവ് ടു ഡു യുവർ വർക്ക് ആൻഡ് ഗെറ്റിംഗ് അപ്പ് ഇൻ ദ മോർണിംഗ്. Otherwise, I'm just going to sleep because I'm not in the mood to do anything today. Because I'm missing home, I'm missing my mom and dad, I'm missing my language, I'm missing my church, I'm missing my country. എന്നൊരു വലിയൊരു ലിസ്റ്റൊക്കെ ഞാൻ കർത്താവിനോട് കൊടുത്തു. പക്ഷെ ഇപ്പൊ ഈ വചനോത്സവം നിങ്ങളോട് സംസാരിച്ചതുകൊണ്ട് ആ എനർജി എനിക്കും കിട്ടി, ആ ഒരു ഹോപ്പ് എനിക്ക് തിരിച്ചു കിട്ടി, ആ ഒരു ഫെയ്ത്ത് എനിക്ക് തിരിച്ചു കിട്ടി, ആ ഒരു സ്ട്രെങ്ത് എനിക്ക് തിരിച്ചു കിട്ടി. ബിക്കോസ് ഐ വാസ് റീട്രേറ്റിംഗ് ദ വേർഡ് ഓഫ് ഗോഡ്. So I want you to start writing down all the verses God is giving you besides every problem. Keep a notebook and start writing down every verse. Claim it
use it. Go for tongues. Ask Jesus to give you tongues. Ask Jesus to give you gift of prophecy. And Amala Hospital will be number 1 in the kingdom of God. That is the aim. Thank you so much. I love seeing each and every one of you being in the midst of you. Thank you so much.